Praise be to God Almighty, Father, Son and Holy Spirit, one true God. Amen. I would like to give you a brief reflection in this great Lent. And it would be based on the parable of Good Samaritan. നല്ല ശമറിയാക്കാരൻ്റെ ഉപമ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യം. മനോഹരമായ ഉപമയാണ്. ഈ കഥ നമ്മൾ എത്രയും ചെറുപ്പത്തിൽ തന്നെ വായിക്കുകയും ഹൃദയസ്ഥമാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. ഞാൻ വാക്യം 25 മുതൽ പറയുമ്പോഴെങ്കിലും അതൊരു നിയമജ്ഞനായ മനുഷ്യൻ വന്ന് കർത്താവിനോട് ചോദിക്കുന്നതിൻ്റെ പ്രതികരണം എന്ന വണ്ണം ആണ് അത് പറഞ്ഞു വരുന്നത് എന്ന് നമുക്ക് അറിവുള്ളതാണ്. പക്ഷേ ആ കഥ പറയുന്നതിൻ്റെ സാഹചര്യമാണ് അത് നമ്മൾ വായിച്ചു നോക്കിയാൽ മതിയാവും. ജെറുസലേമിൽ നിന്ന് എറീഹോവിലേക്ക് പോകുന്നു. കൊള്ളക്കാരാൽ ആക്രമിക്കപ്പെടുന്നു, അടികൾ വാങ്ങുന്നു, മൃതപ്രായനായി ഉപേക്ഷിച്ച് അവർ പോകുന്നു. മത നേതൃത്വത്തിൽപ്പെട്ട 2 പേർ ആ വഴി വന്നു, മറുവഴിയായി കടന്നുപോയി, കണ്ടില്ല എന്ന് നടിക്കുന്നു. അതിനുശേഷമാണ് അസ്പൃശ്യനായ, സ്പർശിക്കുവാൻ പാടില്ലാത്ത ശമരിയാക്കാരൻ അവിടെ വന്നു. He went to him, bandaged his wounds, having poured oil and wine on them. Then he put him on his own animal, brought him to an inn and took care of him. 34-ാം വാക്യമാണ് ഞാൻ വായിച്ചത്. ഇത് സഭയുടെ ദൗത്യമാണ്, ഇടവകയുടെ ദൗത്യമാണ്, കുടുംബങ്ങളുടെ ദൗത്യമാണ്, പരിശുദ്ധ മാമോദീസയേറ്റ നമ്മളെല്ലാവരുടെയും ദൗത്യമാണ്. കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ പോകുമ്പോൾ നമ്മൾ വേദനിച്ച് വഴിയോരത്ത് കിടക്കുന്ന ലോകം, അവിടെ നമ്മളുടെ ഉത്തരവാദിത്തമാണ് ഈ പറഞ്ഞ ഓരോ സംഗതികളും. To bandage the wounds, to pour the oil and wine on them, healing കൊടുക്കുക എന്നുള്ളത്. പിന്നെ സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടെത്തിക്കുക. അത് മാത്രമല്ല, 35-ാം വാക്യത്തിലേക്കും the next day he took out 2 denarii, gave them to the innkeeper and said, take care of him, and when I come back I will repay you whatever more you spent. ചെറിയൊരു പരിചിതമായൊരു സംഗതി, പക്ഷെ നമ്മൾ ഒന്നുകൂടെ അതിലൂടെ ഒന്ന് യാത്ര ചെയ്യുന്നത് ഈ നോമ്പ് കാലത്ത് നമുക്ക് ഉപകാരപ്രദമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം നമ്മളിവിടെ കാണുന്നത് ക്രിസ്തുവിനെയാണ്. കർത്താവിൻ്റെ രക്ഷണ്യ പ്രവർത്തനങ്ങൾ മുഴുവനും ഈ നോമ്പിൽ നമ്മൾ ധ്യാനിക്കുന്നത് മുഴുവനും അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഈ ഉപമയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നമ്മൾ മനുഷ്യാവതാരം എന്നാൽ എന്താണ്, ക്രിസ്തുവിൻ്റെ രക്ഷ എന്നാൽ എന്താണ്, മുറിവേറ്റ് കിടക്കുന്ന ലോകത്തെ, മുറിവേറ്റ് കിടക്കുന്ന ജനതയെ പരിപാലിച്ച് സൗഖ്യമാക്കി സുരക്ഷിത സ്ഥാനത്ത് കൊണ്ട് എത്തിച്ചു. അത് ഞാൻ ഈ പ്രധാനമായും ഇത് പറയുന്നത് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒറിഗൻ എന്ന സഭാപിതാവിൻ്റെ വ്യാഖ്യാനമാണ്. അവിടെ ഓയിൽ ആൻഡ് വൈൻ എന്ന് പറയുന്നതിനെ അദ്ദേഹം വിശുദ്ധ കുർബാനയായിട്ടാണ് കാണുന്നത്. സത്രം ആയിട്ട് കാണുന്നത്, സുരക്ഷിത സ്ഥാനമായ സത്രത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്നുള്ളത് സഭയായിട്ടാണ് കാണുന്നത്. അപ്പോൾ സഭയിലേക്ക് മുറിവേറ്റ് കിടക്കുന്ന നമ്മളെ കൊണ്ടെത്തിക്കുകയും അവിടെ പരിശുദ്ധ കൂദാശകളുടെ രാജ്ഞിയായ അവിടുത്തെ തിരിശരീര രക്തങ്ങളെ തന്നെ പങ്കുവെച്ച് തരികയും അതിനാവശ്യമായ ചെലവുകൾ, സംരക്ഷണം മുഴുവനും ഏറ്റെടുക്കുകയും പിന്നെ വാഗ്ദാനം നൽകുകയും ചെയ്തു, ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു. ഇത് നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ ചൊല്ലുന്നതാണ്, നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലം കർത്താവിൻ്റെ രക്ഷണ്യമായ ഈ പ്രവർത്തനങ്ങളെ മുഴുവനും നമുക്ക് അതിതീവ്രമായി ധ്യാനിക്കുകയും അന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് പരാവർത്തനം ചെയ്യുകയും ചെയ്യാം. ഒരു ജീവിതമേ ഉള്ളൂ. നമുക്ക് ഒരുപാട് വിഷമങ്ങളുണ്ടാവും, ഫീലിംഗ് ഓഫ് റിജക്ഷൻസ് ഉണ്ടാവും, മറ്റുള്ളവർ നമ്മളെ തള്ളിക്കളഞ്ഞു എന്ന് തോന്നലുണ്ടാവും. പക്ഷേ കർത്താവ് നമ്മളെ തള്ളിക്കളയുകയില്ല. അത് അവിടുന്ന് നമ്മളെ പരിപാലിക്കുന്നു, എടുക്കുന്നു, ആത്മശരീര മനസ്സുകൾക്ക് സൗഖ്യം നൽകുന്നു, നമ്മളെ സുരക്ഷിത സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നു. താൽക്കാലികമായി പിരിഞ്ഞു പോകുന്നു എങ്കിലും അവൻ തിരികെ വരുമെന്നുള്ള വാഗ്ദാനവും നൽകുന്നു. ആ പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത്.
അതിൽ നമുക്ക് നമ്മുടെ മനസ്സിനെയും ആത്മശരീര മനസ്സുകളെ അർപ്പിക്കാം. ഈ നോമ്പുകാലം നമുക്ക് അനുഗ്രഹത്തിനായി തീരട്ടെ. നമുക്ക് ഈ സുവിശേഷ ഭാഗവും ഈ കഥയും നമുക്ക് നൽകുന്ന പാഠം നമ്മുടെ ജീവിതത്തിലേക്ക് പരാവർത്തനം ചെയ്യാം. ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരിക്കലും പരാജയപ്പെടുകയില്ല. അൺഫെയിലിംഗ് ആണ്. അത് നമ്മളോടൊപ്പം ഉണ്ടാകും. അവിടെ മാത്രമേ നമുക്ക് ആശ്വാസവും സമാധാനവും സൗഖ്യവും അവിടുന്ന് മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. പാതി നോമ്പ് കഴിഞ്ഞ ഈ സാഹചര്യത്തിൽ തുടർന്നുള്ള ദിവസങ്ങൾ നമുക്ക് കൂടുതൽ പ്രാർത്ഥനകളുടെയും വായനകളുടെയും ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നല്ല ഓശാന പെരുന്നാളുകളും രക്ഷണ്യമായ കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങളുടെ ധ്യാന ദിവസങ്ങളും അതേപോലെ ഉയർപ്പിൻ്റെ വലിയ സന്തോഷവും എല്ലാവർക്കും ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ.